ദൈവം ഒരാളെ കാണുന്നത് അവരുടെ അന്നത്തെ അവസ്ഥ വെച്ചല്ല, അവരുടെ കുറവുകളോ പരിമിതികളോ വെച്ചല്ല, മറിച്ച് അവരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പദ്ധതിയുടെ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്നതിനേക്കാൾ വലുതായി ദൈവം നമ്മെ കാണുന്നു എന്നുള്ളത്. തീർച്ചയായും. നിങ്ങളുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചോ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഇത് ശരിക്കും സ്വാധീനിക്കാൻ കഴിയും. ശരി, ഈ പുതുക്കിയ ഉടമ്പടിക്ക് ഒരു അടയാളവും കൊടുക്കുന്നുണ്ടല്ലോ ദൈവം. പരിച്ഛേദന എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇതൊരു വെറും ആചാരമാണോ? അല്ല, ഇതൊരു വെറും ആചാരമായിരുന്നില്ല. പരിച്ഛേദന എന്നത് ദൈവപ്രീതി നേടാനുള്ള ഒരു മാർഗം എന്നതിനേക്കാൾ ഈ ഉടമ്പടിയുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ദൈവവുമായുള്ള ഈ ബന്ധത്തിന്റെ അബ്രഹാമും അവന്റെ സന്തതികളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ ഒരു ഭൗതികമായ അടയാളം. വീട്ടിലെ എല്ലാ പുരുഷന്മാർക്കും ഇത് ബാധകമായിരുന്നു അല്ലേ? അതെ, അബ്രഹാമിനും വീട്ടിലുള്ള എല്ലാ പുരുഷന്മാർക്കും, അടിമകൾക്കുൾപ്പെടെ. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമായിരുന്നു.